ഇവിടെ സുഹറിന് 10 മിനിറ്റേ ബാക്കിയുള്ളൂ കേട്ടോ. ഞങ്ങൾ എണീക്കാൻ കുറച്ച് വൈകി. 5 മണിക്കല്ലേ എണീറ്റേ, പക്ഷെ ടാനി ആ ടൈമിൽ കറക്റ്റ് ടൈമിൽ അവൻ എണീറ്റു കേട്ടോ. അപ്പോൾ അവന് ഉറങ്ങുമെന്ന് വിചാരിച്ച ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി, പക്ഷെ ആൾ ഉറങ്ങിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചട്ടിപ്പത്തിരി ആണ് ഉണ്ടാക്കിയത്. 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഹേ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എ റമദാൻ വ്ളോഗ്. ഞങ്ങളിതാ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ടാനി എണീക്കുന്ന സമയത്താണ് ഞാൻ എണീക്കാറ്. ഇന്ന് അവൻ നേരത്തെ എണീറ്റു കേട്ടോ. എണീറ്റ ഉടനെ ബെഡൊന്ന് റെഡിയാക്കിയിടും. അത്രയാണ് രാവിലെ എണീറ്റാൽ ഞാൻ ചെയ്യുന്ന പരിപാടി. പിന്നെ ടാനിയുടെ ഫുഡൊക്കെ കൊടുത്തു. ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലുള്ള ബാക്കിയുള്ള പണികളൊക്കെ നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ എണീക്കുന്ന സമയത്ത് ഒരു വിശപ്പും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ടാനി ഒന്ന് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവൻ ഓക്കെ ആവും, അല്ലെങ്കിൽ അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് കൊടുക്കും, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. വീടൊന്ന് ക്ലീൻ ചെയ്യുക, അതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ പണി. ഓരോ ദിവസം ഞാൻ ഓരോ കാര്യങ്ങളാട്ടോ ചെയ്യുക. എല്ലാം കൂടി നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വാഷ്റൂമാണ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഈ ഒരു ബ്രഷ് ആമസോണിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ടാനിതാ എൻ്റെ അസിസ്റ്റൻറ്റ് പണിക്കിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, അവൻ എപ്പോഴും എൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവന് ഞാൻ മോപ്പ് ചെയ്യുന്ന ഇടയിൽ ഇതാ അവൻ ചെയ്താണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഏരിയ ഇടയ്ക്കൊന്ന് മാറ്റും കേട്ടോ. ഒരു 2 ആഴ്ച ഒരു രീതിയിലാണെങ്കിൽ പിന്നെ 2 ആഴ്ച ഞാൻ വേറെ രീതിയിലായിരിക്കും. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അത് ഇവിടെ നിന്നല്ല, ഈ വീട് കംപ്ലീറ്റ് ഞാൻ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ കട്ടിലൊക്കെ ബെഡൊക്കെ ഈ സൈഡിലിട്ട് കഴിഞ്ഞാൽ വേറെ സൈഡിലോട്ട് ഇടും. അങ്ങനെ എനിക്ക് പുതിയ ഒരു ഇതിലോട്ട് വരുന്ന എനിക്കിഷ്ടമാണ്. ടാനി ഞാൻ മേക്കപ്പ് ചെയ്യണ കണ്ടിട്ട് അവനും അതുപോലൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവനെ കാണാതെ ഞാൻ എല്ലാം ഒളിപ്പിച്ച് വെക്കാറാണ് പതിവ്. ഇന്ന് എനിക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വീടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളതൊക്കെ ഒരു ഇത് വരുള്ളൂ. ഇനി കിച്ചണൊക്കെ കുറച്ച് ക്ലീനായി കിടക്കണം. മെസ്സിയായി കിടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ദിവസം കംപ്ലീറ്റ് എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ എനിക്കിന്ന് ഞങ്ങളിവിടെ സാറ്റർഡേ സൺഡേ ആണ് പൊതുവേ വാഷ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് എന്തായാലും എനിക്കിത് വാഷ് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. കുറേ ഇന്ന് അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പരിപാടി രാവിലെ തന്നെ ചെയ്താണെങ്കിൽ പിന്നെ ഞാൻ ഓരോ പണിയുടെ ഇടയിലും പോയി ഒന്ന് മാറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. വേറെ ഡ്രസ്സൊക്കെ അലക്കാനിടും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുളിക്കുന്ന മുന്നേ ഞാൻ ആദ്യം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സിലോൺ പൊറോട്ടയാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ പത്തിരി ഉണ്ടാക്കില്ല, അപ്പോൾ ഇന്ന് നമുക്ക് പത്തിരി ആക്കണ്ട, ഇന്ന് നമുക്ക് അങ്ങനെ ആക്കാമെന്ന്. അപ്പോൾ ഞാൻ 2 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ട് 1 കപ്പ് മൈദ അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രയർ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വരാറുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഉച്ച ടൈം വരെ നമ്മൾ ഇങ്ങനെ പോവും. പിന്നെ ഒരു അസർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് കയറാറുള്ളൂ. പിന്നെ ടാനിയുടെ പുറകെയാണ് മെയിൻ. അവന് ഞാൻ ഇരിക്കുന്നതേ ഇഷ്ടമല്ല. ഞാൻ അവൻ്റെ കൂടെ കളിക്കണം, അങ്ങനെയൊക്കെ ഒരു റൊട്ടീനുണ്ട് കേട്ടോ. അവന് ഇന്ന് സെമി ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവനെ നോക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സെമിൻ്റെ അടുത്താക്കിയാണ്ട് എനിക്ക് എൻ്റെ പണിയൊക്കെ ചെയ്യാം. പക്ഷേ അതാ ആള് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ പുറകെ ഉണ്ടാവും. അവൻ ഒറ്റയ്ക്ക് കളിക്കുന്നൊന്നും ഇഷ്ടമല്ല. എന്താ പറഞ്ഞേ? ആറ്റാറ്റൂയോ? അതിൻ്റെ ഇടയിൽ ടാനിയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ പുറകെ പോവുക, അതിനെ ഓണാക്കുക. ഇതിപ്പോൾ ടാനിയാണ് ഓണാക്കി വിറ്റത് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ. അപ്പോൾ അത് പേടിച്ചിട്ട് ഇതിനെ ഞങ്ങൾ റൂമിലിട്ട് ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ സെമി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെമി വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് റീഫിൽ ചെയ്യാണ്. ഇത് മാത്രമല്ല കേട്ടോ, അത് കൊടുന്ന ഉടനെ ഒന്ന് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അതൊന്ന് റെഡിയാക്കി അങ്ങോട്ട് വെച്ചിട്ട് എനിക്ക് കിച്ചണിലോട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അത്യാവശ്യം വീട്ടിലോട്ടുള്ള സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോമ്പിന് മുന്നേ ആയിട്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം മുട്ട, പാല് ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല, എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്.
നമ്മളിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ചിക്കൻ കറി എന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. കുറേ ആയിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരായിട്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് നോമ്പിന് തന്നെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ മസാല ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു മസാല ഞാൻ ഇതുപോലെ ഗ്രീൻ മസാല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാവും എനിക്കറിയില്ല, അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള നമ്മളെ കുറച്ച് സ്നാക്സുകൾ ഉണ്ടല്ലോ, അതുണ്ട്. പ്ലസ് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ മുട്ട കൊണ്ടൊരു ആണെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ വെച്ചിട്ടൊരു സംഭവം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയാവും എന്നറിയില്ല, അതൊരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ അപ്പം ഉണ്ടാക്കട്ടെ. സിലോൺ പൊറോട്ട നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, ഇതില്ലേ നമ്മൾ മടക്കി ചുട്ടപ്പം എന്നും പറയാറുണ്ട്. നമ്മൾ ജസ്റ്റ് മാവ് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലെയറായിട്ട് ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അത്രയൊരു സംഭവം കേട്ടോ. ഭയങ്കര സിമ്പിൾ തന്നെയാണ്. നമ്മൾ എന്തായാലും ഞാൻ ഇതൊന്ന് റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് ഇതൊന്ന് റെഡിയാക്കി പരത്തി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നിങ്ങളെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണെന്ന് കേട്ടു. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങാറില്ല, പക്ഷെ ഇവിടെ നമുക്ക് വിൻ്റർ ആണല്ലോ, അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല. നമുക്ക് കുറച്ച് സമയം കൂടുതലാണ് ഇവിടെ നോമ്പ്. അങ്ങനെ നോമ്പ് നമ്മളിതാ ഇന്ന് 3ാമത്തെ നോമ്പാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 4ാമത്തെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു. ചിക്കൻ കറി എന്തായാലും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പം റെഡിയാക്കി വെക്കുന്നു, അപ്പം ചുട്ട് വെക്കുന്നു. അപ്പോൾ ആ പരിപാടി 2 ഒരുമിച്ച് ചെയ്യാമല്ലോ. നമുക്ക് ടൈം വളരെ കുറവാണ്. ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി. പക്ഷേ കഴിഞ്ഞ 2 നോമ്പിനും നോമ്പ് പിറക്കുന്ന സമയത്താണ് എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോമ്പ് പിറന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ആവരുതെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി ഇങ്ങനെ ഫ്രോസൺ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സമയം ലാഭമായിട്ടോ. നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാനും ആ ഒരു മസാല പ്രിപ്പറേഷനിലുള്ള ടൈം എനിക്ക് അവിടെ കുറച്ച് സമയം കിട്ടും. അപ്പം ഞാനത് നേരെ ബട്ടറിലോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ലൊന്ന് വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിലോട്ടുള്ള മസാല എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചില്ലി, മിൻറ്റ്, കൊറിയാൻഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതും യോഗട്ടും ലൈമും പിന്നെ നമ്മൾ മസാലപ്പൊടി, കുറച്ച് ഗരം മസാല, അങ്ങനെ ഉപ്പ്, കുരുമുളക് പൊടി, കൊറിയാൻഡർ പൊടി, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടട്ടോ. അതിട്ടിട്ട് ഞാനിതാ മസാല ആക്കിയതായിരുന്നു. അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മളെ നട്ട്സ് ഇല്ലേ, അത് കാഷ്യൂവും ആൽമണ്ടും കൂടിയും ചേർത്ത ഒരു മിക്സ് ഞാനിതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇടുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളതാണ് ഫ്രഷ് ക്രീം. എൻ്റെ അടുത്ത് ഇവിടെ വിപ്പിംഗ് ക്രീം ആയിട്ടുള്ളത്. ഇവിടുത്തെ വിപ്പിംഗ് ക്രീമിന് മധുരം കുറവാണ്. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്. കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ തന്നെ ജ്യൂസ് അടിക്കുന്നുണ്ട്. ജ്യൂസ് ഞാൻ ബട്ടർ ജ്യൂസായിരുന്നു. 2 ദിവസമായിട്ട് ഞങ്ങളിവിടെ ജ്യൂസ് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ജ്യൂസ് വേണ്ട, ഷുഗർ അല്ലേ എന്നുള്ള രീതിയിൽ ജ്യൂസ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞത് നമുക്ക് ജ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവക്കാഡോ ജ്യൂസാണ് അടിച്ചത്. പിന്നെ ബദാം മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇത് പരിപ്പ് വട ഇല്ലേ, ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എയർ ഫ്രൈ ചെയ്യാൻ പോവാണ്. സമോസയും എയർ ഫ്രൈ ആണ്. ഓയിൽ ഫ്രീ ആണ് ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ ഒന്നുകൂടി നല്ല. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സമോസയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് വട അങ്ങനെ തന്നെ ചെയ്യാൻ വെച്ച്. പിന്നെ ഈ മുട്ട റെസിപ്പി ഞാൻ കുറച്ച് ചമ്മന്തി ഇല്ലേ, നമ്മളെ തേങ്ങാ ചമ്മന്തി, തേങ്ങ, പച്ചമുളക്, കുഞ്ഞുള്ളി വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയതാണ്. കുറച്ച് കൊറിയാൻഡർ ഇട്ടിട്ടോ. ആ ചമ്മന്തി മുകളിൽ പൊതിഞ്ഞിട്ട് ജസ്റ്റ് മുട്ടയിൽ മുക്കി പൊരിക്കുക. അതാണ് ഈ റെസിപ്പി. പിന്നെ ഈ റെസിപ്പി ഷ്രിമ്പിനെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് കേട്ടോ. ബാറ്ററിൽ മുക്കി പൊരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ടെമ്പൂരയായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അത് വേറെന്തോ ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്ത് മനസ്സിലായി, ഇത് നോമ്പിന് പരീക്ഷണം ചെയ്യരുത് എന്നുള്ളത് മനസ്സിലായി. നമുക്കറിയുന്ന റെസിപ്പി ചെയ്താൽ മതി. വെറുതെ എന്തിനാ നമ്മളെ ടൈമും കുറേ പോവും, നമ്മളെ എനർജിയും അവിടെ വേസ്റ്റ് ആവുമല്ലേ. എന്താ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കൊരു അബദ്ധം വന്നു. ഞാൻ ചെമ്മീന് ഉപ്പും കുരുമുളക് പൊടി എന്തെങ്കിലും ഒരു
ഇത് ഇടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാനത് ഇടാതെ റോ ആയിട്ടാണ് അങ്ങനെ ചെയ്തത്, അതുകൊണ്ട് അത് അത്ര വലിയ ടേസ്റ്റായി തോന്നിയില്ല. പിന്നെ ഇതാ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറക്കുകയാണ്. ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോയുടെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു റമദാൻ വ്ളോഗായിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ.